എന്തെങ്കിലും നിങ്ങളുടേതായി ഈ ഭൂമിയിലേക്ക് സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ജീവിതം കൊണ്ടുണ്ടാവുന്ന പുണ്യം. ദൈവം പോലും അദ്ദേഹം പറഞ്ഞാണ്, ദൈവം പോലും ചിന്തിക്കണം, അയ്യോ എനിക്കിത് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. സുരേഷ് ചേട്ടാ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് മതവും വിശ്വാസവും. ഇത് രണ്ടും സുരേഷ് ചേട്ടൻ്റെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? ഞാനൊരു സത്യം പറഞ്ഞ എൻ്റെ വൈഫ് നല്ല വിശ്വാസിയാണ്, ഭക്തയാണ്, ഇവിടെ പൂജാമുറിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ ഞാൻ അത്ര വലിയ വിശ്വാസമുണ്ട്, ഒരു ഏകദൈവ വിശ്വാസിയാണ്, ദൈവമുണ്ടെന്നും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ അമ്പലത്തിലും ഒക്കെ പോകാറുണ്ട്. പക്ഷേ വലിയ എല്ലാ മതങ്ങളിലുള്ളവരോടും എനിക്ക് സ്നേഹവും കാര്യങ്ങളും എല്ലാവരും സുഹൃത്തുക്കളുമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ഇതുകളോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നുമില്ല. പക്ഷേ എന്നാൽ വിശ്വാസിയാണ് താനും, ആ രീതിയിലാണ്. പിന്നെ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരാളാണ്. എല്ലാവരും സഹോദരന്മാരെ പോലെ തന്നെ കണ്ട് ജീവിക്കണം എന്നുള്ളത് തന്നെയാണ്. സന്തോഷം. ഈ വാക്കുകളൊക്കെ ഒരുപാട് ആളുകളിലേക്ക് എത്തുകയും അവർക്കൊരു ഇൻസ്പിറേഷൻ ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കാരണം സമൂഹത്തിനോടുള്ളൊരു പ്രതിബദ്ധത സുരേഷേട്ടൻ കാണിക്കുന്ന പോലെ ഇതും ഞാനും അങ്ങനെ അതിനെ കാണുന്നുണ്ട്. കാരണം ഞാൻ കാണുന്ന വ്യക്തികളിൽ നിന്നും കിട്ടുന്ന ചില കാര്യങ്ങൾ സമൂഹത്തിലേക്ക് കൊടുക്കുമ്പോൾ അവരും അത് കേട്ട് മനസ്സിലാക്കി നേരായ വഴിയിൽ വരട്ടെ എന്നുള്ളൊരു ചിന്തയും കൂടി എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അതിൽ എത്രത്തോളം എല്ലാവരും അത് അംഗീകരിക്കണം, എല്ലാവരും അംഗീകരിക്കണം എന്നില്ല. പക്ഷേ അംഗീകരിക്കാൻ മനസ്സുള്ളവർ തീർച്ചയായിട്ടും അംഗീകരിക്കട്ടെ എന്നുള്ള. സുരേഷേട്ടാ, ഈ കലാകാരൻ എന്ന രീതിയിൽ സാമ്പത്തികമായിട്ട് നമുക്ക് എത്രത്തോളം വളരാൻ സാധിക്കും? പുതുതലമുറയിലേക്ക് അല്ലെങ്കിൽ പുതുതലമുറയിലുള്ള ആളുകൾ കലാകാരനായി വരാനുള്ള സാധ്യതകളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോഴാണ് സാമ്പത്തികം ഡെഫിനറ്റ്ലി വേണമല്ലോ. അപ്പോൾ സാമ്പത്തികമായിട്ട് എത്രത്തോളം വളരുവാൻ സാധിക്കും? അല്ല, അത് ഇപ്പോൾ നമ്മൾ MF ഹുസൈൻ്റെ ഒരു ചിത്രം, അദ്ദേഹം ചിലപ്പോൾ 2 വരകളായിരിക്കാം ഇട്ടിരിക്കുന്നത്. അതെ. പക്ഷേ ആ ചിത്രത്തിന് കോടികൾ വിലമതിച്ചിട്ടുള്ള ചിത്രങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഒരു വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഓരോ കലാകാരനും ഒരു വാല്യൂ ഉണ്ടാക്കിയെടുക്കും. ആ വാല്യൂ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ വരയ്ക്കുന്ന എന്ത് തോന്നിയാസങ്ങളല്ല, പക്ഷെ ആർട്ട്പരമായിട്ടുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ലോകത്തില്ലാത്ത ഒരു ചിത്രം, ഈ ലോകത്ത് ആരും സൃഷ്ടിക്കാത്ത ഒരു ചിത്രം അവൻ സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാല്യൂ, അതിനാണ് ഒരു കലാകാരനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ ചിലപ്പോൾ നമ്മൾ ഒരു 100 രൂപയ്ക്ക് വരയ്ക്കുന്ന ഒരു ചിത്രം ചിലപ്പോൾ 1 കോടിക്ക് വരെ വിറ്റഴിപ്പെടുന്ന രീതിയിലേക്ക് വളരാൻ സാധിക്കും. അത് നമ്മൾ പരിശ്രമിക്കുക തന്നെയാണ് വേണ്ടത്. നമ്മളായ ഒരു വാല്യൂയിലേക്ക് എത്താൻ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. ഒരു കലാകാരൻ അതാണ് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം. എപ്പോഴും അവൻ്റേതായ ഈ സമൂഹത്തിൽ ഒരു കലാകാരൻ അവൻ്റേതായ ഒരു വിലയുണ്ട്. ആ വില കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ അവൻ മുന്നോട്ട് സഞ്ചരിക്കുക, വാല്യൂയിലേക്ക് എത്തിപ്പെടാനുള്ളൊരു, ഈ ലോകത്ത് ഇപ്പോൾ ഒരിക്കൽ വേറിട്ട കാഴ്ചകൾ എന്ന് പറയുന്നൊരു ഇത് കൈരളിയിൽ വന്നൊരു പ്രോഗ്രാമാണ്. ശ്രീരാമൻ സാറാണത് ചെയ്യുന്നത്. ഒരിക്കലും എന്നോട് ഒരു ഇൻ്റർവ്യൂ, എൻ്റെ ഒരു എപ്പിസോഡ് എൻ്റെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട് കുന്നംകുളത്താണ്. കുന്നംകുളം പാർക്കാടി പൂരത്തിന് എൻ്റെ ഈ മൂവിങ് ശില്പങ്ങൾ വെക്കാറുണ്ട്. ഒരിക്കലും എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു പുള്ളി. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ നമ്മൾ കലാകാരന്മാർക്കുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ കുറേ പൊക്കി കാണിക്കുക, പറയുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ പറയാൻ ഞാൻ ശ്രമിച്ചെങ്കിൽ പോലും അദ്ദേഹം കുറച്ച് തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം മുഖത്തടിച്ച പോലെ തന്നെ എന്നോട് പറയുകയും ചെയ്തു. സുരേഷ്, ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, എനിക്ക് തിരക്കാണ്, കുറച്ച് കാര്യങ്ങൾ നിന്നോട് ഞാൻ പറയുകയാണ്. സുരേഷ് നല്ലൊരു കലാകാരനാണ്, വ്യത്യസ്തമായിട്ടുള്ള കുറേ സംഭവങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ സുരേഷ് ചെയ്യുന്ന എല്ലാ ചിത്രങ്ങളും ശില്പങ്ങളും ഒക്കെ കോപ്പിയാണ്. അവിടെ ഒരു കലാകാരനെ മുഖത്തടിച്ച പോലെ പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറി. കോപ്പിയാണ്. അതായത് ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ആന അതേപടി സുരേഷ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു വസ്തു അതേപടി സുരേഷ് ഉണ്ടാക്കുന്നു. അവിടെ സുരേഷിൻ്റെതായിട്ട് പുതിയത് എന്താണുള്ളത്, അവിടെയാണ് സുരേഷ് ഇനി സഞ്ചരിക്കേണ്ടത്. ലളിതകലാ അക്കാദമി പോലുള്ള പല സ്ഥലങ്ങളിലും എക്സിബിഷനുകളൊന്ന് കാണാൻ പോയിട്ട് പുതിയ കലാകാരന്മാർ അവരുടെ ഭാവനകൾ എന്താണ് വരച്ചു വെച്ചിരിക്കുന്നതെന്ന് കാണാം. പുതിയ സൃഷ്ടികൾ, ഈ ലോകത്ത് ആരും സൃഷ്ടിക്കാത്ത ഒരു പുതിയ സാധനം സുരേഷിന് കഴിവുണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ആരും സൃഷ്ടിക്കാത്തൊരു സംഭവം, ഒരു ചിത്രം, ഒരു ശില്പം ഈ ലോകത്തിന് കൊടുക്കാൻ വേണ്ടി സുരേഷ് ചെയ്യാൻ ശ്രമിക്കുക. ദൈവം പോലും, അദ്ദേഹം പറഞ്ഞാണ്, ദൈവം പോലും ചിന്തിക്കണം, അയ്യോ എനിക്കിത് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. അത്തരത്തിൽ
ഒരാളും ചെയ്യാത്തൊരു പുതിയ സൃഷ്ടി ഉണ്ടാക്കാൻ സുരേഷിന് കഴിയുമെങ്കിൽ സുരേഷ് എന്ന വ്യക്തിയുടെ ജീവിതത്തിലൊരു വഴിത്തിരിവാകും, അല്ലെങ്കിൽ സുരേഷിന് ഒരു പ്രാധാന്യം സമൂഹത്തിന് പ്രത്യേകമായിട്ട് ഉണ്ടാവും. അപ്പോൾ അതാണ് സുരേഷ് ചെയ്യേണ്ടത്. ഈ കല കോപ്പി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നാൽ അതിന് സാധ്യതയില്ല. പുതിയത് കണ്ടുപിടിക്കുക, പുതിയത് ചെയ്യുക, അതാണ് വേണ്ടത്. അത് വലിയൊരു പാഠവും ഉപദേശവും ഒക്കെ ആയിരുന്നു പുള്ളിയുടെ. ഞാൻ വളരെ ഇൻസ്പിറേഷൻ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വർഷം മുമ്പാണ്, എനിക്ക് തോന്നുന്നു ഒരു 15 വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം എന്നോട് അത് പറഞ്ഞത്. അതിനുശേഷം എൻ്റെ വർക്കുകളിൽ പല മാറ്റങ്ങളും, ഈ മീഡിയങ്ങൾ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മീഡിയങ്ങൾ വന്നതും, ഈ പെയിൻറ്റും ബ്രഷും തൊടാതെ ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, ആ മെറ്റീരിയൽ ഉപയോഗിച്ച് ചിത്രങ്ങൾ സൃഷ്ടിക്കാനൊക്കെ ഉള്ളൊരു താല്പര്യം വന്നതൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു മാസ്റ്റർ പീസ് വന്നോ എന്ന് എനിക്ക് സംശയമാണ്. അത് എപ്പോഴെങ്കിലും വരുമായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് ഉണ്ടാവാതിരിക്കാം. ഞാൻ കാണുന്ന പോലെ അല്ലല്ലോ ജനങ്ങൾ കാണുന്നത്. ജനങ്ങൾ മറ്റൊരർത്ഥത്തിലായിരിക്കും, മറ്റുള്ള ചിന്താഗതിയിലായിരിക്കും. എൻ്റെ വർക്കുകളിൽ ഏതെങ്കിലും ഒന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. എല്ലാം ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മളിപ്പോൾ ആ വർക്ക് ചെയ്ത് ഈ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വീമ്പിളക്കുന്നതോ അല്ലെങ്കിൽ തള്ളിമറിക്കുന്നതോ അല്ല. നമ്മൾ കാണാത്ത, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ കാണാത്ത, എന്നെപ്പോലുള്ള കലാകാരന്മാർ കാണാത്ത പുതിയ ആശയങ്ങൾ വളർന്നു വരുന്ന പുതിയ തലമുറയിലെ കലാകാരന്മാർക്കുണ്ടാവും. അതെല്ലാം പുറത്തേക്ക് വരണം, പ്രോത്സാഹിപ്പിക്കണം, പരിപോഷിപ്പിക്കണം. നമ്മൾ നാളെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു മൈക്കിളാഞ്ചലോ, ലിയാനാർഡോ ഡാവിഞ്ചി ഒക്കെ ഇവിടെ നിന്ന് ജനിക്കണം, നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ജനിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. സന്തോഷം, വളരെയധികം സന്തോഷം ഈ സമയം തന്നതിൽ. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വൈൻഡപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അവസാനമായിട്ടുള്ള ഒരു ചോദ്യം എന്ന രീതിയിൽ, ഇപ്പോൾ ഈ കലാകാരം അല്ലെങ്കിൽ കലാരംഗത്തേക്ക് വളർന്നു വരുന്ന ഒരുപാട് ആളുകളുണ്ട്, കൊച്ചു കുട്ടികൾ മുതലുണ്ട്, ഒരുവിധം പ്രായമുള്ള അല്ലെങ്കിൽ ഒരു യുവജന ആൾക്കാരുമുണ്ട്. അവരോടായിട്ട് എന്താണ് സുരേഷ് ചേട്ടന് പറയാൻ? അല്ല, ഞാൻ പറഞ്ഞ വാക്കുകളിൽ തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്തായാലും കൂടുതൽ പരിശ്രമിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങളുടെ കല ഈ ലോകത്തിലേക്ക് കൊടുക്കാനായിട്ട് എന്തെങ്കിലും, ഇപ്പോൾ നേരത്തെ ശ്രീരാം സാറ് പറഞ്ഞ പോലെ എന്തെങ്കിലും നിങ്ങളുടേതായി ഈ ഭൂമിയിലേക്ക് സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ജീവിതം കൊണ്ടുണ്ടാവുന്ന പുണ്യം. സന്തോഷം. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ സുരേഷ് ചേട്ടനെ ബന്ധപ്പെടുകയാണെങ്കിൽ അവനെ വളരാനോ അല്ലെങ്കിൽ അവന് കുറച്ച് ഗൈഡൻസ് കൊടുക്കാനോ സുരേഷ് ചേട്ടൻ? ഞാൻ തിയറിക്കലായിട്ടൊന്നും പഠിച്ചിട്ടുള്ള ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമാവണമെന്നില്ല. പക്ഷേ എനിക്കറിവുള്ള കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കഴിയും. അപ്പോൾ അത് ഞാൻ ചെയ്യാറുണ്ട്. പല സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പോയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകളുടെ വീഡിയോയും ഫോട്ടോ ഒക്കെ കാണിച്ചുകൊണ്ട് അതെങ്ങനെയാണ് ചെയ്തത് അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത്, അവരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനും ശ്രമിക്കാറുണ്ട്. നമ്മുടെ അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ യാതൊരുവിധ മടിയില്ലാത്ത ഒരാളാണ് ഞാൻ. അത്തരത്തിൽ, അല്ലാണ്ട് മറ്റുള്ള തിയറിക്കലായിട്ട് പഠിച്ചുള്ള സംഭവങ്ങളൊന്നുമല്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നു, അത്രേ ഉള്ളൂ. വളരെ സന്തോഷം ഈ സമയം ഞങ്ങളോട് തന്നതിൽ. ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. 100 എന്ന് പറയുന്ന ഒരു നമ്പറിലല്ലാതെ 1000-ലേക്കും 10,000-ലേക്കും പോട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു. എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു സർ.